അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. ഞാൻ കുറേ നാളായി വീഡിയോ ഒക്കെ ഫോട്ടോസിൽ പോസ്റ്റ് ചെയ്തിട്ട് പറയാനും മറന്നുപോയി. കാരണം ഞങ്ങൾ കുറച്ച് ബിസി ആയിപ്പോയി. ഇപ്പം എന്തായാലും ഡിസംബർ 15 കഴിഞ്ഞ് ക്രിസ്മസിന് ഒരു 5 ദിവസം കൂടെ ഉള്ളൂ. ഞങ്ങൾ ക്രിസ്മസ് ഷോപ്പിനൊക്കെ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ഫ്രീ ആയി കിട്ടിയിട്ടുണ്ട്. നോക്കിയാൽ ഞാനും വണ്ണം വെച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര വണ്ണം വെച്ച് സീനായിട്ടിരിക്കണം. 10 കിലോ കൂടി. മനു അവിടെ തിരിഞ്ഞ് ഇപ്പൊ ഞാൻ മാത്രമല്ല വണ്ണം വെച്ചേക്കണേ. ഒരുത്തിയും വണ്ണം വെച്ചിട്ടുണ്ട്. അവളും ഭയങ്കര പൊതുവർ വണ്ണമായി. 10 കിലോ അവളും കൂടിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫാമിലി ആയിട്ട് വണ്ണം കൂട്ടി കളിക്കുമായിരുന്നു. ഞങ്ങളെ എവിടെ പോകാനൊന്നും പറ്റില്ല, വീട്ടിൽ തന്നെ ഇരിപ്പായിരുന്നു. കാരണം നല്ല വർക്ക് ഉണ്ട്. ഞങ്ങൾക്ക് ഡെഡ് ലൈനാണ് ഡിസംബറിൽ. എനിക്കും അതെ അവൾക്കും അതെ. അപ്പം നല്ല വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കലും പണിയെടുക്കലും മാത്രമായിരുന്നു. അത് അതുകൊണ്ടാണ് ഇത്രയും വണ്ണമായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് പുതിയ ഷൂ ഒക്കെ ഇട്ടിട്ടാണ് പുതിയതല്ല, കുറച്ച് ദിവസമായി. ഞങ്ങൾ സ്ഥിരം വരുന്നതാണ്. മാസ സാധനങ്ങൾ എടുക്കാൻ നമുക്ക് ബില്ല് എത്രയും നമുക്ക് കാണാം കേട്ടോ അവസാനം. അതുകൊണ്ടാണ് ഇന്ന് ഷോപ്പിംഗ്. ഞാൻ വീഡിയോ എടുക്കട്ടെ കൊച്ചു കയറുന്നത്. ഓ ക്രിസ്മസ് പരിപാടി കുറെ കേക്കൊക്കെ വന്നിട്ടുണ്ട്. മനു കേക്ക് വീട്ടിലുണ്ടാക്കാനോ അല്ലെങ്കിൽ വാങ്ങാനാ ക്രിസ്മസിന്? അതുകൊണ്ട് ക്യാപ്റ്റനാണ്, സെയിലിംഗ് ക്യാപ്റ്റൻ. അങ്ങോട്ട് പോട്ടെ. അത് വേണ്ട, അത് നമുക്ക് ആവശ്യമില്ലാത്തതല്ലേ. സോപ്പ് അത് കണ്ട, സോപ്പ് എടുത്ത് വെച്ച് തണ്ടിക്കണോക്കെ. സോപ്പ് താടാ, വേറെ വാങ്ങിച്ചാലോ ഡാടാ. ഭയങ്കര സങ്കടം പോലെ. താരാ പട്ട അവനെ കൊണ്ട് പട്ടം എടുക്കടാ കള. അയ്യോ ഒരു ഷോപ്പർ വന്നേക്കണ്. പോരട്ടെ, പോരട്ടെ. ഈ ഷോപ്പിങ്ങിനോടൊക്കെ ഇവന് ഭയങ്കര ക്രേസ് ആട്ടാ. ഇവൻ ഭാവിയിൽ ഷെഫ് ആവുമെന്ന് തോന്നുന്നു. പറയാൻ പറ്റില്ല. ഗ്രോസറി ഐറ്റംസ് അല്ലേ ചെയ്യുന്നത്, വേറെ ഒന്നുമല്ലല്ലോ. അറിയില്ല. അതിനകത്തിന് ഇതടാ. എന്നത്തിനാണ്? മതി അരി എടുത്തിട്ടുണ്ട് ഡാടാ. എന്നെ വിളിച്ചോണ്ട് പോകലാട്ടോ. അത് നോക്കി. അപ്പൊ അതുകൊട്ടൻ ചെറിയൊരു സ്നാക്ക് ബ്രേക്ക് ആയിട്ട് എടുത്ത് നിന്നിട്ടുണ്ട്. അതെ കണ്ട, ചോക്ലേറ്റ് ബ്രേക്ക്. ഒരു തെക്കട അടിക്കണമെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിറങ്ങിയേട്ടാ ഞങ്ങള്. വില്ലൻ്റെലാണ്. ഇതാട്ടെ ഞങ്ങളുടെ ബില്ല് വരണം. ഫൈനൽ ബില്ല് 5892 രൂപ. അങ്ങനെ ക്രിസ്മസ് ഷോപ്പിംഗ് കഴിഞ്ഞ് ഗ്രോസറി ഐറ്റംസ് ഒക്കെ കഴിഞ്ഞ് ഇനി കേക്കും എന്താ പറയുക ഡ്രസ്സും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. പിന്നെ നമ്മുടെ നോർമലായിട്ടുള്ള ചിക്കൻ ബീഫും ഒക്കെ പറയുന്ന സാധനങ്ങൾ അത് ടൈമായിട്ടില്ല. ഞങ്ങളൊരു 5 ദിവസം മുമ്പാണ് സാധനം വാങ്ങിച്ചത്. ഇനി വീട്ടിൽ പോയിട്ട് ഞങ്ങളുടെ നോർമൽ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. എന്താ പറയുക ട്രീയും അതും ഇതൊക്കെ. ഞങ്ങൾ ബിസി ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്ത് ബഹളോ ഭയങ്കര പാട്ട് പറഞ്ഞാട്ടോ. ഭയങ്കര ഇംഗ്ലീഷുകാരനാണ്. ഞങ്ങൾ ഇംഗ്ലീഷ് അങ്ങനെ അതേ പഠിപ്പിക്കണില്ല. എന്താ മലയാളം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചായിട്ടെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുക. പക്ഷെ അവൻ ഉള്ളക്കണ്ട ഞങ്ങൾ കാണുന്നതൊക്കെ കണ്ടിട്ട് അവൻ ഇംഗ്ലീഷിലായിട്ട് വായെടുത്താൽ പറയില്ല. പാട്ടൊക്കെ പറഞ്ഞേക്കണം. പിന്നെ കോക്കോമലാണല്ല അവനെ ഏറ്റവും കൂടുതൽ തന്നെ ബെബെഫിൻ എന്ന് പറഞ്ഞ സംഭവം. ഫുള്ള് പാട്ടുകാണല്ല. മലയാളം പഠിച്ചായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കാതെ വെച്ച് കഴിഞ്ഞാൽ അവൻ ആദ്യം ഇംഗ്ലീഷാണ് പഠിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അകത്തോട്ട് കയറുവാണ്. ഇനി എന്തായാലും ഡിലേ ആയി.
അപ്പോൾ ഇനി ക്രിസ്മസിൻ്റെ പരിപാടിയായിട്ടുള്ള ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അതിനി എന്തായാലും ഇനി ചെയ്യണില്ല. ഇനി ഞങ്ങൾ അത് നാളെ രാവിലെ ചെയ്യുന്നുള്ളു. ടയേർഡായിപ്പോയി, വേർത്ത് കുളിച്ച് ടയേർഡായിപ്പോയി ഗൈസ്. അപ്പോൾ എന്തായാലും നാളെ ഈ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതെന്തായാലും കാണുക. അപ്പോൾ നെക്സ്റ്റ് ദിവസമായിട്ടാ ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ പാടില്ല, ഏകദേശം 2 മണി കഴിഞ്ഞു. എനിക്ക് നല്ല പനിയുണ്ട്, പനിയും ജലദോഷമൊക്കെ ഉണ്ട്. കാരണം ഭയങ്കര റെസ്റ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല, ലീവും കിട്ടിയിട്ടില്ല. ക്രിസ്മസിന് 2 ദിവസം ലീവ് കിട്ടിയുള്ളൂ. അപ്പോൾ ഇന്നെന്തായാലും കുറച്ച് ക്രിസ്മസ് സാധനങ്ങളൊക്കെ വാങ്ങണം. എന്താ പറയുക, വീടൊന്ന് ക്രിസ്മസ് ആയിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്ത് എന്താണ് അയ്യോ. അപ്പോൾ വീടൊന്ന് ക്രിസ്മസ് ആയിട്ടൊന്ന് സ്റ്റാറൊക്കെ ഇട്ടൊന്ന് അലങ്കരിക്കണം. ഇതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ പരിപാടി. പനിയുണ്ട് എന്നാലും സാരില്ല. അപ്പോൾ ഞാനല്ലാണ്ട് വേറെ പോകാനായിട്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ വീണ്ടും കാണാം. കണ്ടിന്യൂവേഷൻ ഇന്നലത്തെ ഇല്ല വീണ്. അപ്പോൾ അതുകൊണ്ട് മനുവിനൊക്കെ റെഡിയാക്കി ഞങ്ങൾക്ക് ഒന്ന് കടയിലോട്ട് പോവാട്ടാ. സാധനങ്ങളൊക്കെ വാങ്ങണം. സാധനങ്ങൾ മാത്രമല്ല, എന്താ പറയുക, ക്രിസ്മസിനായിട്ടുള്ള കുറേ ഡെക്കറേഷൻ്റെ സംഭവങ്ങളൊക്കെ വാങ്ങണം. അതിനിടെ ഇടിവെട്ടവൻ്റെ കഴുത്താലിൽ പാമ്പ് വെച്ചതൊക്കെ പറയുന്ന പോലെ എനിക്കിന്ന് വർക്കും ചെയ്യണം. ഞങ്ങളുടെ മാനേജർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് 4 മണിക്കൂർ പിച്ചിങ് ചെയ്യുമെന്ന് ചോദിച്ചു. എനിക്കിന്ന് ഓഫാണ്, വയ്യ. പിന്നെ ഇതൊക്കെ ചെയ്യാനും ഉണ്ട്, പക്ഷെ എന്നാലും ചെയ്യേണ്ടി വരും. അല്ലാണ്ട് വേറെ എന്ത് ചെയ്യാനായിട്ടാ. ഡാഡി ചക്കര പറ, ക്യാമറ തുറന്നാവും സംസാരിക്കുക. അതുവരെ ചറപറ സംസാരിച്ചോണ്ടിരിക്കുന്ന ആളാട്ടാ. അതുവരെ അവൻ സംസാരിക്കില്ല. എന്താണെന്ന് അറിയാൻ പാടില്ല. ക്യാമറ കണ്ടപ്പോൾ സംസാരം നിർത്തും. കോമഡി അപ്പൊ കാണും. ഇടയ്ക്കെങ്കിലും ചാൻസ് എടുക്കാൻ ഞങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യും, പക്ഷെ കിട്ടണില്ല. എന്ത് എന്ത് പറ. പാട്ട് പാടിക്കേ. ഇല്ല ഇപ്പൊ പറയല്ല, കുറച്ച് ഇടയ്ക്ക് ഞങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യട്ടെ. ഒരു അടിപൊളിയാണ്. ഓ നോ ഓക്കെ എന്നാ ഞങ്ങളൊന്നും പോട്ടെ. പിടിപിടിയത് കാര്യമാണ്, അല്ലാണ്ട് വേറെ വഴിയില്ല. വേർന്നിട്ട് വേർക്കണമെങ്കിൽ പനിയുള്ളതുകൊണ്ട് വെറുതെ വേർക്കുക, ഒരു കാലാണ്ട് വേർക്കുക. മനു ഡ്രസ്സിങ് തുടങ്ങിയിട്ടുണ്ട്. സന്തോഷമാണ് കയറിയേക്കണത്. ഇറങ്ങുമ്പോൾ സങ്കടപ്പെട്ടായിക്ക് ഇറങ്ങാൻ പോണത്. അതെപ്പോഴും ഉള്ളതാണ്. വയ്യ സംസാരിക്കാനേ ഒച്ച ഭയങ്കര സീനാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ കയറി പോയിട്ടുണ്ട്. എവിടെ വായോ തിരിച്ച് ഓടിക്കോ. ഞങ്ങൾ ഇടയ്ക്ക് മമ്മിയുടെ അടുത്തോടെ നിന്നേക്കോട്ടെ. ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുത്തതാണ്. ഞങ്ങൾ കുറച്ചാൾ ഇവിടെ ആയിരുന്നു. പപ്പ വന്ന് ലീവിന് വന്ന കാരണം കൊണ്ട് ഞങ്ങളിവിടെ നിൽക്കുമായിരുന്നു. കുറച്ച് ഒരു 2-3 ആഴ്ച ഒന്നല്ലേ എടി, 4 ആഴ്ച, 1 മാസത്തോളം നിന്ന് ഞങ്ങൾ തിരിച്ചു വന്നതാ ഉള്ളു. ഇവിടെ ഇപ്പോൾ കുറച്ച് സാധനങ്ങൾ മറന്നുപോയി. അപ്പോൾ അതൊക്കെ എടുക്കാണ്ട് വയ്യുന്ന ഗൈസ്. എന്താണെന്ന് അറിയാൻ പോലെ ഭയങ്കര ക്ഷീണമാണ്. ഡിസംബർ കഴിയാണ്ട് ഈ ക്ഷീണം മാറില്ല. കാരണം വർക്കായിരുന്നു. ഇപ്പോഴും വർക്ക് തന്നെ. എന്ത് ചെയ്യാനായിട്ടാ, പറഞ്ഞിട്ട് കാര്യം. 1.5 മണിക്കൂറത്തെ നടപ്പായി. ആദ്യം കൊണ്ടൊരു കരിച്ചില്ല. അവനൊരു വലിയ ട്രെയിൻ കണ്ടിട്ട് അവനത് വേണമെന്ന് പറഞ്ഞുള്ള ബഹളമാണ്. അപ്പോൾ ക്രിസ്മസിന് ഞങ്ങൾ ഗിഫ്റ്റായിട്ട് അത് വാങ്ങിച്ചു കൊടുക്കണം അവന്. അതൊക്കെ സങ്കടപ്പെട്ട് കിടക്കുക. മനുവും സങ്കടപ്പെട്ട്, വാതുക്കൊട്ടിനും സങ്കടപ്പെട്ട്, അല്ലേടാ? മനു സങ്കടപ്പെടാൻ കാരണം എന്താണെന്നറിയാവോ? 10-15 കടയിൽ കയറിയിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമില്ല. ഡ്രസ്സൊന്നും കിട്ടിയില്ല. അപ്പം ഞങ്ങൾ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. വീട്ടിലെത്തി 7 മണിയായി. അപ്പം എന്തായാലും ഞങ്ങൾ പരിപാടിയൊക്കെ ഓരോന്നോരോന്ന് നോക്കി. ഇത് പഴയ ഇത് നോക്കി, ഇത് പൊടിയെന്ന് നോക്കി. കഴിഞ്ഞ വർഷം അക്കനെ അടുത്ത് എന്ത് ബോളാണ് വേണ്ടത് നിനക്ക്? ഏത് ബോളാണ്? ഇപ്പൊ ഒന്നും പറഞ്ഞില്ലല്ലോ. വെക്കാതെ വെക്കാടാ, ഉണ്ടാക്കട്ടെ. അല്ല അത് ഉണ്ടായിരുന്നു, അത് അവിടെ നിർത്തണമെന്ന്. മേക്ക് ഷിഫ്റ്റ് ട്രീ ആയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ സെറ്റ് ചെയ്ത് ചെറുതായിട്ട് വെച്ച, ഇപ്രാവശ്യം വലുതാക്കിയില്ല. കാരണം ആദ്യക്കൂടെ എന്തേ അവിടെ നിൽക്കണണ്ട, എങ്ങനെ ഞങ്ങൾക്ക് തകർക്കാമെന്ന് ആലോചിച്ചാണ് നിൽക്കുന്നത്. നോക്കിയേ കറക്റ്റ് സൂക്ഷ്മതയായിട്ട് എന്ത് ചെയ്യണം, ഇതെങ്ങനെ തകർക്കണം എന്നാ നോക്കിക്കൊണ്ട് കിടക്കണം. അതാണ് ഞങ്ങൾ ചെറുതാ വെച്ചേക്കണത്. ഇനി ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കണം. ഇപ്പം ഞങ്ങളുടെ ഈ ഒരു ലൈറ്റ് കേടായിപ്പോയി. ഇപ്പം ഞങ്ങൾ സെറ്റ് ചെയ്ത്, അമ്മേ നീങ്ങോ ഞങ്ങൾക്കപ്പോൾ കാണിക്കട്ടെ. ഇതെങ്ങനെ വെച്ചേക്കണം കേട്ടോ. ഇപ്പം നിലവിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ ട്രീ ഞങ്ങളുടെ. ഇനി ട്രീയിൽ കുറേ സ്റ്റാറും ഇതൊക്കെ കെട്ടി തൂക്കാനുണ്ട്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായി.
ഈ ലൈറ്റ് വേറെ ഡിസൈനിലാക്കണം. ഇത് നല്ലോണം സ്റ്റാർ ചെയ്യണ ലൈറ്റ്. ഒരു ലൈറ്റ് പോയി, 2-3 ലൈറ്റ് കാണാനില്ല. പറ്റുന്ന രീതിയിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ലൈറ്റൊക്കെ പോയിന്നേ. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കടയിലൊന്നും പോകാൻ പറ്റില്ല അധികം. അത് കാരണം കൊണ്ട് ലൈറ്റ് പുതിയതൊന്നും വാങ്ങാൻ പറ്റില്ല. ഇനി അതൊക്കെ വെക്കണം ഓരോന്നോരോന്നായിട്ട്. ആള് കുസൃതിയാണ്, ഒരു രക്ഷയില്ല. ഇതുണ്ടാക്കാൻ പറ്റുപാട് ഞങ്ങൾക്ക് അത്ര അറിയാം. രസമുണ്ട്, കുഴപ്പമില്ല. സ്റ്റാർ വെക്കും. നീ ഇങ്ങോട്ട് നീക്കി നോക്കിയത്. ഞാൻ വെക്കാം. ഞങ്ങളിത് അതേ കുട്ടിത്തൂക്കി ഇടും, അവനെടുത്ത് കൊണ്ട് മാറ്റും, അവന് മാറ്റും. കണ്ട എടുത്ത് പറഞ്ഞേ ഓരോന്നോരോന്ന് എടുത്തോണ്ട് പോവാ. അവന് കെട്ടാനായിട്ട് ഒരു താല്പര്യമില്ലാത്ത പോലെയാണ് അവൻ കിടന്ന് ഇതാക്കണേ. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്ത്, ഇതാണ് ഞങ്ങളുടെ ഇതൊക്കെ തൂക്കണം അതിന്മേലൊക്കെ ആയിട്ട്. അതിനിടയിൽ അതൊക്കെ ഇതേ കൊണ്ടുപോകണം. അപ്പോൾ ഇതെന്തായാലും സെറ്റൊക്കെ ചെയ്യട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടെ കഴിഞ്ഞ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. ക്രിസ്മസിന് ഞങ്ങളൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. 2 ദിവസം കഴിഞ്ഞേ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ടാറ്റ, ബൈ ബൈ. ഇനി ഞങ്ങൾ സെറ്റ് ചെയ്തേക്കണം. ഓക്കെ, ഓരോന്നോരോന്ന് ട്രീ ആയി സെറ്റായി. പിന്നെ ഇതൊക്കെ ഇങ്ങനെ വെച്ച്